വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. 4x4 days സീസൺ 1 പാർട്ട് 1ലേക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം. നമസ്കാരം, ഞാൻ നിശാന്ത് രാജൻ. ഞാൻ ഈ 4x4 days അഡ്വഞ്ചർ സീസൺ 1 കോമ്പറ്റീഷൻ്റെ ഡയറക്ടറാണ്, ഇവൻറ്റ് ഡയറക്ടറാണ്. ഞങ്ങൾ ഈ ഇവൻറ്റ് 4x4 days എന്ന ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഓൾ കേരള കോമ്പറ്റീഷൻ ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തണമെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വരെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനൊരു കോമ്പറ്റീഷൻ, ഇങ്ങനൊരു 4x4 കോമ്പറ്റീഷൻ ഇവൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിൽ നടത്താനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി. ഞങ്ങളുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 100 ദിവസം തികയുന്ന ഈ വേളയിൽ അത് നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡാണ്. ഇവൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ നെടുമങ്ങാട് തോട്ടുംപുറം 4x4 ട്രാക്സ് ഏറോളം വരുന്നൊരു പ്രോപ്പർട്ടിയിൽ വളരെ സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്ത ഒരു 3 ടൈപ്പ് ഓഫ് ട്രാക്സിലാണ് ഈ കോമ്പറ്റീഷൻ ഇവൻറ്റ് നടക്കുന്നത്. അതിൽ നമുക്ക് 5 കാറ്റഗറി ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലേഡീസ് കാറ്റഗറി ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലേഡീസ് കാറ്റഗറി കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പേർട്ട് കാറ്റഗറി ഉണ്ട്. എക്സ്പേർട്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് ഈ വരുന്ന വണ്ടികൾ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഉള്ള വണ്ടികളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എക്സ്പേർട്ട് കാറ്റഗറി റൺ ചെയ്യുന്നത്. ഈ 2 കാറ്റഗറിയും ഇന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിജയികളെ ഇന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് ആരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം ഇന്നേ ദിവസം വൈകുന്നേരം തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. നാളെ നടക്കാൻ പോകുന്നത് 3 കാറ്റഗറിയാണ്. ഒന്ന് താർ കാറ്റഗറി, താർ 2020 താറും പഴയ CRD താറും, അതൊരു കാറ്റഗറിയായിട്ട് റൺ ചെയ്യുന്നു. അതുകൂടാതെ അത് കഴിഞ്ഞാൽ പിന്നെ ജിംനി ജിപ്സി, അതൊരു കാറ്റഗറിയായിട്ട് റൺ ചെയ്യുന്നു. അതുകൂടാതെ ഏറ്റവും പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന കോമ്പറ്റീഷൻ എൻഡ് ചെയ്യുന്നത് ഒരു ഓപ്പൺ കാറ്റഗറിയിലാണ്. ഓപ്പൺ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുവരെ ഓടിയിട്ടുള്ള എല്ലാ വണ്ടികളും, അത് ലേഡീസ് ആയാലും മെയിൽ ഡ്രൈവേഴ്സ് ആയാലും ഈ എല്ലാ വണ്ടികൾക്കും ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു വേദിയാണ് ഈ ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത്. അതായിരിക്കും ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിരിക്കും ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഞങ്ങളൊരു എവർ റോളിംഗ് ട്രോഫിയാണ് അതിന് കൊടുക്കുന്നത്. കൂടാതെ മറ്റ് താർ കാറ്റഗറിക്കും ജിംനി കാറ്റഗറിക്കുമുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും നാളെ വൈകുന്നേരം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പുറത്തു നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ കർണാടകത്തിൽ നിന്നും പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ട്. ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഈവൻ്റാണ്. നമ്മുടെ ആൾക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ വളരെ ശ്രദ്ധയോടെയാണ് അവരത്, വളരെ ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുന്നൊരു സംഭവമാണ്. ഒരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും ഇത്. ഞങ്ങളുടെ ഒരു പ്രൈമറി മോട്ടോ എന്ന് പറയുന്നത് ഒരു സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോവുക, അങ്ങനെയുള്ള നിരന്തരമായി അങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ആ താല്പര്യങ്ങളെ ഇതിലേക്ക് ഇങ്ങനെയുള്ള മോട്ടോറിങ് സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്രനാലിൻ റഷ് കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് ഞങ്ങൾ ഇതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അതിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം. ഈവൻ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പോലും അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടിയാണ്. ജേതാക്കളെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ കാറ്റഗറീസിലാണ്? എത്ര സമയം കൊണ്ടെത്തുന്നത്? അങ്ങനെ? അതെ, നമ്മളിവിടെ ഇതിന് രണ്ട് രീതിയിലാണ് നോർമലി മത്സരാർത്ഥികൾ ആരാണ് വിജയികളെ നിശ്ചയിക്കുന്നത്. അതായത് ഒന്ന് ടൈമിങ്ങും ഒന്ന് പോയിൻറ്റ്സുമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ടൈമിംഗ് ആണ്. അതായത് ഒരു ട്രാക്ക് 3 സ്റ്റേജസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് എത്ര ടൈം എടുക്കും, ആ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യണം. പിന്നെ കോൺ എടുക്കാനുണ്ടാകും, പെനാൽറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ടൈമിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. മതി ഓക്കെ. നിങ്ങളെ ഫ്രണ്ടിനെ കൂടെ വിളിക്കുമോ? വിളിക്കേ. വിത്ത് യുവർ പെർമിഷനേ.
Registration. Good morning. Lal. Registration. വണ്ടി ഒക്കെ എവിടെ ഇട്ടു? എവിടെ നിങ്ങളെ അതിനകത്ത് രണ്ടുപേരും കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കും. ദയവേദിരിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോണാണ് നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയ്ക്ക്. ഈ കൂട്ടായ്മയെക്കുറിച്ചൊരു 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചു കഴിഞ്ഞാൽ, തിയറി ഓഫ് എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും മനുഷ്യൻ വളർന്നു വന്നപ്പം, കാലത്തിനനുസരിച്ച് വളർന്നു വന്നപ്പം പര്യടനങ്ങളോട്, അതായത് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ മനുഷ്യൻ എപ്പോഴും ഒരു ത്വരയുണ്ടായിരുന്നു. He had a primal need to explore. ആ എക്സ്പ്ലോർ ചെയ്യാനുള്ള ത്വരയുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് വന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. 1969 മനുഷ്യൻ ചന്ദ്രനിൽ എന്തിനു കാല് വെച്ചു എന്ന് ചോദിച്ചാൽ ഓഫ് റോഡ് ചെയ്യാനല്ല. എന്നാലും അതും ഇതുപോലൊരു ത്വരയുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ വികസനത്തിൽ മനുഷ്യൻ വളർന്നു വരുമ്പോൾ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ആ ഒരു ഇഴചേർന്ന ആ ബന്ധം മായാതിരിക്കാൻ ചില പ്രവൃത്തികൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. അതിലൊരു കാരണം, ഒന്നാണ് ഓഫ് റോഡിങ്. കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രകൃതിയോടടുത്ത് കയറി ചെല്ലാൻ സാധാരണ വാഹനങ്ങളിലോ കാൽനടയായോ പോലും പറ്റാത്ത പല സ്ഥലങ്ങളിലും ഒരു ഓഫ് റോഡ് വാഹനം അല്ലെങ്കിൽ ഒരു ഫോർ വീൽ ഡ്രൈവ് ഉള്ള ഒരു വാഹനം, ജീപ്പോ അതുപോലുള്ള വാഹനങ്ങളുമായിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റും. അങ്ങനെ തന്നെ ഈ വാഹനത്തിന്, ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞ ടെക്നോളജിക്കൽ മെക്കാനിസത്തിനും വലിയ പ്രാധാന്യമുണ്ടായി. മനുഷ്യൻ കൂട്ടായിട്ടാണ് എപ്പോഴും കണ്ടുവരുന്നത്. മനുഷ്യൻ പണ്ട് ഇര തേടാൻ പോകുന്നതും ഇന്ന് കൂട്ടായ്മകളും. അങ്ങനെ കൂട്ടായ്മയോടെ ഈ എക്യുപ്മെന്റ്സുമായിട്ട്, മനുഷ്യനും മെഷീൻസുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥിരീകരിച്ചുകൊണ്ട് ഈ ഓഫ് റോഡിങ് ട്രിപ്പുകളായി വാഹനങ്ങളുമായിട്ട് ഓഫ് റോഡിങ് തുടങ്ങി. അപ്പോൾ പ്രകൃതിയുടെ പല തലങ്ങളിൽ, ബുദ്ധിമുട്ടായിട്ടുള്ള തലങ്ങളിൽ മനുഷ്യൻ ഈ വാഹനത്തിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു ആത്മധൈര്യവും ഒരു സെൽഫ് കോൺഫിഡൻസും, പലതിനെയും കീഴടക്കിയ ഒരു ധൈര്യവും മനുഷ്യന്റെ മനസ്സിലുണ്ടായി. അതാണ് ഓഫ് റോഡും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. കുറച്ച് നാൾ മുമ്പ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പ്, ഇന്ന് 100ാമത്തെ ദിവസമാണ്, 3 മാസം മുമ്പ് കുറച്ച് സുഹൃത്തുക്കൾ 10 യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ MLA
ഔട്ട് വന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തത്. ഇതിന് വണ്ടി ഓടിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇങ്ങനെ കാണത്തേ ഉള്ളൂ. ആ പുതിയ സിനിമകളൊക്കെ എന്തൊക്കെയുണ്ട്? പുതിയതൊട്ടില്ല, നല്ല സ്റ്റോറീസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പുതിയ വിവാദങ്ങളെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല, വിവാദങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാം വിവാദം ഉണ്ടാക്കാതെ മതി അല്ലേ? ഞാൻ വിവാദത്തിനൊന്നും ഒന്നുമില്ല. വെയിൽ കിടക്കി കാഴ്ച കിടക്കില്ല. നീ അങ്ങോട്ട് കൊണ്ടുവരുത്തില്ല, അങ്ങോട്ട് വണ്ടിയിലോട്ട്. നിഷാന്ത് നിഷാന്ത് പറഞ്ഞാൽ മതി. നിഷാന്ത് യു അനൗൺസ്. ഒരു കാര്യം, നമ്മൾ പെനാൽറ്റി ഒന്ന് പറയാവേ. നമ്മുടെ പെനാൽറ്റി വരുന്നത് പോള് 10 സെക്കൻഡ്. അത് ട്രാക്കിൽ വെച്ച് ഒന്നരം ബ്രീഫ് ചെയ്തോളൂ. പോള് 10 സെക്കൻഡ്, കോണ് ഇതുപോലെ കോണ് വെച്ചിട്ടുണ്ട്. കോണ് 20 സെക്കൻഡ്, ബണ്ടിങ് ടേപ്പ് പൊട്ടിയാൽ 10 സെക്കൻഡ്. ഓക്കെ, അതുപോലെ നമുക്ക് ഓരോ സ്ഥലത്തും ട്രൈ ഉണ്ട്. 4+1 ആണ് ട്രൈ. ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അതിന്റെ കൂടെ 4 ട്രൈ മാത്രമേ അനുവദിക്കത്തുള്ളൂ. 4 ട്രൈ കഴിഞ്ഞാൽ DNF ആയി പോകുന്നതാണ്. 4+1 ആണ് ട്രൈ, ശ്രദ്ധിക്കുക. അത് അവിടെ മാർഷൽ കാണും, മാർഷൽ വിസിലടിച്ച് നിർത്തും. പിന്നെ നമുക്ക് പോകുന്ന വഴിയിൽ ഒബ്സ്റ്റക്കിൾ ഉണ്ട്, അതെല്ലാം കവർ ചെയ്യും. നമ്മുടെ ഒരു പോളിൽ ഒരു കോണ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് രണ്ടും പോയാൽ 30 സെക്കൻഡ് പെനാൽറ്റി വരും. ക്ലിയർ അല്ലേ? അത് ഇമേജ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും, ഒന്ന് ചോദിച്ചാൽ മതി. എന്തെങ്കിലും പ്രൂഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് DNF ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കോ ഡ്രൈവർ സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മെഡിക്കായിട്ടുണ്ട്. വെൽക്കം. ത്രസിപ്പിക്കുന്ന റൈഡുകളും വിശേഷങ്ങളുമായി രണ്ടാം ഭാഗത്തിൽ കാണാം. ക്ഷമയോടെ കാത്തിരിക്കൂ. വിശേഷങ്ങളും വാർത്തകളും ഒന്നും അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും നിങ്ങളോടൊപ്പം
എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അവർക്ക് നന്ദിയുണ്ട്. നമസ്കാരം. ബൈ.